കമോൺ ഫ്രണ്ട്സ്, ഒരു ക്രിസ്മസ് ട്രീ കൂടി ഉണ്ടാക്കിയാലോ? ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ട് എൻ്റെ അനിയൻ്റെ ഫ്രണ്ടായ അയാൻ വന്ന് പറഞ്ഞു, താത്ത എനിക്കും കൂടി ഉണ്ടാക്കി തരുമോ ക്രിസ്മസ് ട്രീ, എനിക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാനാണെന്ന് പറഞ്ഞു. ഓക്കെ, ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് അവൻ പേപ്പറും തന്നിട്ട് പോയി. എന്നിട്ട് ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിപ്പോഴൊന്നും തീരുമില്ലാന്ന്. കാരണം കുറച്ച് വലിയ ക്രിസ്മസ് ട്രീ അല്ലേ ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ ഈ വലിയൊരു ക്രിസ്മസ് ട്രീ. പിന്നെ അതേ നമ്മൾ ഈ സാധനങ്ങൾ ചെറുതാക്കി മുറിക്കും വേണ്ടേ, അതുകൊണ്ട് ക്യാമറാമാനും കൂടി ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, അപ്പം ക്യാമറ ആരാ പിടിക്കുകയെന്ന്. എന്നിട്ട് ഇതേ ഞങ്ങൾ രണ്ടുപേരും ചെയ്തു. ഞാനും എൻ്റെ ഫ്രണ്ടും പാടെ ചെയ്തു. ക്യാമറാമാനും ഞാൻ എൻ്റെ ഫ്രണ്ട് അവളും പാടെ ചെയ്തു. പിന്നെ നമ്മൾ ഏകദേശം കഴിയാറായിട്ടില്ല, ഏകദേശം തുടങ്ങാനായിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഒരു വിധമായി. ഇത് ചെറുതാക്കി കട്ട് ചെയ്യണ്ടേ, കയ്യൊക്കെ നല്ല വേദന എടുക്കണ്ടായിരുന്നു ഈ കത്രിക പിടിച്ചിട്ട്. പിന്നെ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കേണ്ട സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. പിന്നെ നമ്മളെ ക്രിസ്മസ് ട്രീ ഏകദേശം റെഡിയായി, ഏകദേശം അല്ല ഫുള്ള് റെഡിയായി. ഇനി നമുക്ക് അവൻ തന്നത് ഒരു ബ്ലാക്ക് ഷീറ്റാണ്. ഈ തണ്ടിന് വേണ്ടിയിട്ട്, ഈ മരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, തണ്ടിന് വേണ്ടിയിട്ട് ഇതാണ് അവൻ തന്നത്. അത് നോക്കൂ, 1 മണിയായി. അങ്ങനെ ഫുള്ള് കഷ്ടപ്പെട്ട് ഇത്ര എത്തിച്ചു. ഇത് കാണുമ്പോൾ ഈസി ആയിരിക്കും, പക്ഷേ ഉണ്ടാക്കി നോക്കണം, അപ്പോഴേ ഉള്ളൂ അതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാവുക. പിന്നെ നമ്മൾ ഇതൊക്കെ ഒട്ടിച്ചെടുത്തു. അങ്ങനെ അതൊക്കെ ഒട്ടിച്ചെടുത്തപ്പോഴാണ് കുറച്ച് സമാധാനമായത്. തോല് പോയിട്ടുണ്ട്, പശ തേച്ചിട്ടാണ്. പിന്നെ നമ്മൾ കളർ പേപ്പർ എടുത്തിട്ട്, യെല്ലോ കളർ പേപ്പർ എടുത്തിട്ട് അതിലൊരു സ്റ്റാർ വരച്ചു വെച്ചു. അതിൽ സ്റ്റാർ വരച്ചത് കുറച്ചൊക്കെ കൊളായിക്കണു, എന്നാൽ കുറച്ചൊക്കെ നേരായിക്കണു, അങ്ങനെ ഒരു രീതിയിൽ പറയാം. കുഴപ്പമില്ല എന്തായാലും. എന്നിട്ട് ആ സ്റ്റാറും കട്ട് ചെയ്തെടുത്തു. സ്റ്റാർ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അത് ഒട്ടിച്ചു കൊടുത്തപ്പോഴാണ് ഞാൻ പറഞ്ഞ ഒരു മണ്ടത്തരം ചെയ്തത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്തൊരു മണ്ടത്തരം. അതായത് ഈ ഗമ്മ് വൈറ്റ് ഗ്ലൂ മുഴുവൻ സ്റ്റാറിൻ്റെ മുഴുവൻ ഭാഗത്തും എടുത്ത് തേച്ചു. സ്റ്റാറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തേച്ചാൽ പോരെ, ഞാൻ മുഴുവൻ ഒട്ടിച്ചു. അങ്ങനെ അത് കുഴപ്പമില്ല, പറഞ്ഞത് ഉണങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ഒട്ടിച്ചു. ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ നമ്മൾ ഒരു കളർ പേപ്പർ എടുത്തിട്ട് അതിനെ റൗണ്ട് സർക്കിളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. എല്ലാ കളർ പേപ്പറും ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം കേട്ടോ. ഒരു കളർ തന്നെ ചെയ്യരുത്, 2-3-4 കളർ എടുക്കണേ. അങ്ങനെ കളറൊക്കെ എടുത്ത് റൗണ്ടൊക്കെ ആക്കിയിട്ട് ക്രിസ്മസ് ട്രീ ഒട്ടിച്ച് കൊടുക്കാൻ ക്രിസ്മസ് ട്രീ ഒട്ടിച്ച് കൊടുക്കാൻ എൻ്റെ ശബ്ദം ചിലപ്പോൾ മാറ്റം ഉണ്ടാവും, കാരണം എനിക്ക് തൊണ്ടവേദനയാണ്. പിന്നെ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി ക്രിസ്മസ് ട്രീൻ്റെ റൗണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ കുറേ നേരം അതിന്മേൽ ഇരുന്നിട്ടോ, കാരണം എത്ര പേപ്പർ എടുത്തിട്ടും കേടായിരുന്നു അതൊക്കെ. പിന്നെ അവസാനം കത്രിക പിടിച്ച് കയ്യുമ്മൊക്കെ വേദനയായി. നേരത്തെ കുറച്ച് വേദന ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതെനിക്ക് ഇപ്പോഴൊന്നും ഓർമ്മയില്ല. പിന്നെ നമ്മൾ അതൊക്കെ ഒട്ടിച്ച് കൊടുത്തു. ചില സമയത്ത് നമുക്കുണ്ടാവില്ലേ എല്ലാതും ഒന്ന് കൊളായി എന്ന് വിചാരിക്കുക, അതേമാതിരിയായിരുന്നു ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയപ്പോൾ എനിക്ക്. കൊളായോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ നമുക്ക് ഒരു ബാഗ് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഉണ്ടാക്കിയ ഒരു ഫ്ലവർ ഇല്ലേ, അത് ഇട്ട് കൊടുത്തു. പിന്നെ ഈ മേരി ക്രിസ്മസ് എന്ന് എഴുതിയത് ഫുള്ള് കൊളായി, ആ പേപ്പർ കളഞ്ഞു. വീണ്ടും ഇപ്പം എടുത്ത് ഈ യെല്ലോ കളർ പേപ്പറും കളഞ്ഞു. അങ്ങനെ എല്ലാതും കളഞ്ഞിട്ട് അവസാനത്തെ പേപ്പർ നേരായി. അവസാനത്തെ പറഞ്ഞിട്ട് ശ്രദ്ധിച്ചെഴുതിയോണ്ട് അത് നേരായി. പിന്നെ നിങ്ങളെ അവസാനത്തെ പേപ്പർ എടുത്തപ്പോഴും കിടക്കണേ, അവസാനത്തെ പേപ്പറും ഇല്ല. അങ്ങനെ നമ്മൾ ഇതൊക്കെ എടുത്തു.
കൊണ്ടുവന്നിട്ട് ഒക്കെ ഉണ്ടാക്കി. അയ്യോ, ഈ മുന്തിരിങ്ങമാരിരിക്കണ സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഭംഗി കൊണ്ടിട്ട് വരച്ചതാണ്. പക്ഷെ അത് പൂവായി, കൊളായി, ചളവായി. പിന്നെ ഈ കുട്ടിയുടെ പേര് അയാൻ എന്നാണ്. അതും കൊളായി. വേറെ നമ്മൾ ഉണ്ടാക്കിയത് മേരി എക്സ്മസ് അയാൻ എന്നാണ് ഞാൻ എഴുതി വെച്ചത് കേട്ടോ. ക്രിസ്മസിൻ്റെ ഷോർട്ട് ഫോമാണ് ഞാൻ എഴുതിച്ചത്. പിന്നെ ഈ ബാഗിൽ ആ സാധനം ഇട്ടിട്ട് എത്ര തൊട്ടും കൊള്ളണില്ല. അവസാനം അത് രണ്ടാമത് വേറെ കുറേ നേരം മടക്കിയിട്ട് നേരാക്കി കിട്ടും. അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ക്രിസ്മസ് ട്രീമെ തൂക്കി. ഈ ക്രിസ്മസ് ട്രീമ ഒന്നും തൂക്കാൻ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അതും ചെയ്തു. പിന്നെ ഈ ക്രിസ്മസ് ട്രീ നമുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ബോക്സിൽ ഇഷ്ടമായെങ്കിൽ റെഡ് ഹാർട്ട് ചെയ്യണേ. പിന്നെ ഇതാണ് നമ്മളെ ക്യാമറമാൻ, യെല്ലോ.